ആറ്റുനൂറ്റുണ്ടായ ഉണ്ണിയെ കണ്ടുമോഹിച്ച ഭൂതം ഉണ്ണിയെ പിടിച്ചുകൊണ്ടുപോകുന്നു. സ്വന്തം സ്നേഹവും ത്യാഗവും കൊണ്ട് അമ്മ ഉണ്ണിയെ തിരിച്ചു പിടിക്കുന്നു. പിന്നീട് മകരക്കൊയ്ത്തു കഴിഞ്ഞുള്ള ഉത്സവവേളകളിൽ ഭൂതം ഉണ്ണിയെ തേടി വരികയും അവനെ കണ്ടുപിടിക്കാൻ കഴിയാതെ പരിഹാസ്യമായി അലയുകയും ചെയ്യുന്നു. ഭൂതപ്പാട്ട് ഇവിടെ ആരംഭിക്കുന്നു. ദീപം 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 ദീപം. വിളക്ക് വെച്ചു സന്ധ്യാനാമവും കഴിഞ്ഞു. ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണഘോഷവും ഉരുവിട്ടു. ഇനിയും ഉണ്ണാറായിട്ടില്ലല്ലോ. ഉറങ്ങണ്ട, ഭൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലനോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവം പിളിപ്പൂങ്കുലം ഈലണിഞ്ഞ കരിമ്പൂതം, കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലബല പാടും പണ്ടങ്ങൾ, അരുകിലനുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം, തലയിലണിഞ്ഞ കരിമ്പൂതം. ഉറങ്ങില്ല, ഭൂതത്തിന്റെ പാട്ട് കേൾക്കട്ടെ. നിങ്ങൾ ഉറങ്ങില്ലല്ലോ. ഇല്ല. പണ്ട് ഈ നാട്ടിൽ ഒരു ഭൂതമുണ്ടായിരുന്നു. കാതിൽ പിച്ചളത്തോടെയും കഴുത്തിൽ പണ്ടങ്ങളും നിറമുള്ള കിരീടവും അണിഞ്ഞൊരു ഭൂതം. അയ്യോ, പേടിയാവുന്നു. അല്ല, എവിടെ നിന്നാണ് ഈ ഭൂതം വരുന്നത്? അതോ പറയുന്ന കുന്നിന്റെ അങ്ങേ ചെരുവിലാണ് ഭൂതം പാർക്കുന്നത്. അവിടെ ഒരു കിളിവാതിലിലൂടെ ഭൂതം ആ വഴി വരുന്നതും പോകുന്നവരെയും നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഭൂതം നമ്മളെ പിടിക്കില്ലേ? പിന്നെ പിടിക്കില്ലെന്നോ? ഭൂതത്തിന്റെ വികൃതികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ആ വഴി പൈക്കലെ മേയ്ക്കാൻ വേണ്ട ചെക്കന്മാർ ഉച്ച ഉറക്കത്തിലാകുമ്പോൾ ഭൂതം പതുക്കെ ചെന്ന് പയ്യൻ മുല കുടിക്കും. അന്തിക്കു വീട്ടിൽ ധൃതിയിൽ പോകുന്നവരെ ഭൂതം വഴിതെറ്റിക്കും. പിന്നെ അകലേക്ക് വഴിതെറ്റിച്ചങ്ങ് കൊണ്ടുപോകും. നടന്നൊരു വകയാകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് ഭൂതത്തിന്റെ കളിയാണെന്ന്. പിന്നെ രക്ഷപ്പെടാനൊരു വിദ്യയുണ്ട്. ഇത്തിരി വെറ്റിലയും ചുണ്ണാമ്പും അടങ്ങുന്ന താമ്പൂലം വഴിയരികിൽ വെച്ചേക്കുക. ഭൂതം ആ താമ്പൂലം എടുത്ത് കലശലായി ഒന്ന് മുറുക്കി പിൻവാങ്ങിക്കോളും. ഭൂതം മുറുക്കി തുപ്പുന്നത് കൊണ്ടാ ഈ തെറ്റിപ്പൂവിനെല്ലാം ചുവപ്പ് നിറം വന്നത്. അപ്പൊ ഭൂതം നമ്മളെ കൊല്ലില്ലേ? പിന്നെയോ, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വഴിവിട്ടു നടക്കുന്ന പുരുഷന്മാരെ ഭൂതം പതുക്കെ പിന്തുടരും. അവരെ വഴിതെറ്റിച്ചു ഭൂതം അവരുടെ ചോര ഊറ്റി കുടിക്കും. പിന്നെ അവരുടെ മുടിയും എല്ലും എല്ലാം പാറക്കെട്ടിനിടയെ വലിച്ചെറിയും. അയ്യോ, പേടിയാവുന്നു. അയ്യോ, അയ്യേ, എന്താ ഇത്? ഇതൊക്കെ ഭൂതം പണ്ട് നടത്തിയ കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഭൂതം പാവമാ. അതിന് വലിയ സങ്കടമാണ്. ഓരോ വർഷവും മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഭൂതം വീട് തോറും കയറി വരാറുണ്ട്. ഭൂതം എങ്ങനെയാ പാവമായത്? അതിനെന്തിനാ സങ്കടപ്പെടുന്നത്? മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഭൂതം ആരെ കാണാനാ വരുന്നത്? ഇനി നമ്മൾ കഥയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നു. ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, കഥ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. നല്ല രസം. നോക്കൂ, ആറ്റിൻപക്കത്ത് ഉയർന്നു നിൽക്കുന്ന ആ മാളിക വീട് കണ്ടില്ലേ? അവിടുത്തെ അമ്മ നങ്ങേലിക്ക് അന്ന് ആറ്റിനോട്ടൊരുണ്ണി പിറന്നു. നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിൽ
കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു മാനത്തമ്പിൽ മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണെ പൂന്തൂട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. തണുതണെ പൂന്തൂട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണി, ഉണ്ണി, ഈ ഉണ്ണി എവിടെ പോയി? ഉണ്ണി നോക്കൂ, അമ്മയെ കളിപ്പിക്കല്ലേ. ഉണ്ണിക്ക് പള്ളിക്കൂടത്തിൽ പോകണ്ടേ? ഉണ്ണിക്ക് വേണ്ടി അമ്മ ഇതാ എഴുത്തോലയും എഴുത്താണിയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണി വേണ്ട, അമ്മയെ കളിപ്പിക്കല്ലേ. പറ്റിച്ചേ 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 അമ്മേനെ പറ്റിച്ചേ. അമ്പട കള്ള, വാ, നിനക്ക് പള്ളിക്കൂടത്തിൽ പോകണ്ടേ? അമ്മ നിന്നെ ഒരുക്കാം. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. വെള്ളപ്പൊൽത്തിരി ഇത്തിരി കുംഭമേ ഉള്ളിലക്കരമുണ്ടു മുടിപ്പിച്ചു. പള്ളികൾ കൂട്ടിക്കുടുമയും കെട്ടിച്ചു. വെള്ളിപ്പൂങ്കവിൽ മെല്ലെ തുടച്ചിട്ടു. കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മൈയിട്ടേറെ മിനുക്കിയോരോലയും. അങ്ങനെ ഇങ്ങനെ നീങ്ങിപ്പോയൊരു തങ്കക്കുടത്തിനെ വയലിന്റെ മൂലയിൽ ഇടവഴി കേറുമ്പോൾ പടർപ്പന്തൽ പോലുള്ളൊരയാലിൻ ചോടെത്തി മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേലി. ഉണ്ണിയെ കാടുകളും കുന്നിൻപുറവും കടന്ന് പള്ളിക്കൂടത്തെ ലക്ഷ്യമിട്ട് നടക്കുന്നു. കന്നും പൈക്കളും മേയുന്നത് ഉണ്ണി കണ്ടു. പച്ചപ്പടർപ്പിൽ നിന്നും ചെത്തിപ്പൂവുകൾ എത്തിനോക്കി ചിരിക്കുന്നതും ഉണ്ണി കണ്ടു. മൊട്ടപ്പാറയിൽ ആട്ടിൻപറ്റങ്ങൾ ഓടിക്കളിക്കുന്നതും ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകൾ പാറിപ്പറക്കുന്നതും നോക്കി രസിച്ച് ഉണ്ണി പോവുകയാണ്. അപ്പോൾ അതാ പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിൽ പതുക്കി തുറക്കുന്നു. ഭൂതം വേഷം മാറി ഒരു പെൺകിടാവായി മാറുന്നു. എന്നിട്ട് പൊന്നുണ്ണി പൂങ്കരളെ പോന്നനയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയും. പൊന്നുണ്ണി പൂങ്കരളെ പോന്നനയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയും. കാട്ടിലെറിഞ്ഞിങ്ങണയും. ഉണ്ണി എങ്ങോട്ടാ പോകുന്നത്? പള്ളിക്കൊട്ടില്. എന്താ ഉണ്ണിന്റെ കയ്യില്? അയ്യേ, ഈ കുട്ടീനെ ഒന്നും അറിയില്ല. പള്ളിക്കൊട്ടി പോകുമ്പോ എട്ടോലെ എഴുത്താനെ കൊണ്ടുപോകണ്ടേ? മിടുക്കൻ. പിന്നെ നമുക്കിവിടെ കുറെ നേരം കളിക്കാം. കയ്യിലുള്ള എഴുത്താനി ദൂരെ കളഞ്ഞിട്ട് എന്റെ കൂടെ പോന്നോളൂ. അയ്യോ, എട്ടാനി കഴിഞ്ഞാൽ കൂട്ടാണ് നിങ്ങൾക്ക് വരും. ഉണ്ണി എന്തിനാ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത്? നമുക്ക് ഈ മരത്തണലിൽ ഇവിടെ ഇരുന്നേതാമല്ലോ. ഉണ്ണി ആരും വഴക്ക് പറയാനും വരില്ല. നോക്കൂ, കയ്യിലുള്ള എഴുത്താനി കാട്ടിലേക്ക് ഇറങ്ങിട്ട് എന്റെ കൂടെ പോന്നോളൂ. നമുക്കിവിടെ ആടുകയും പാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. വേഗം എഴുത്താനി ദൂരെ എറിയൂ. സുന്ദരിയെ
കൈ എന്നല്ലേ വിചാരം. കേട്ടോളൂ, എഴുത്താണി ഇരുമ്പല്ലേ. അതങ്ങട് പിടിവിട്ടപ്പോൾ ഭൂതം പതുക്കെ ഉണ്ണിയെ പിടിച്ചുകൊണ്ടുപോകും. മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാകൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നീടെ പോയി നിന്നത്തെ ഉണ്ണി ഉണ്ണി എന്റെ പൊന്നോമനെ ഉണ്ണി ഉണ്ണി നീ എവിടെ പോയി ഉണ്ണി? ആറ്റിൻ കരകളിലങ്ങിഞ്ഞോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീറ്റിൽ കളിക്കും പരമീനെല്ലാം നീളവെ നീച്ചലം നിന്നുപോയി. ആളില്ല പാടത്തിലങ്ങുമിഞ്ഞും അവനെ വിളിച്ചു നടന്നാളമ്മ. പൂട്ടി മറിച്ചിട്ട മണ്ണടവിൽ പുതിയ നെടുവീർപ്പുയർന്നു പോയി. ഉണ്ണി ഉണ്ണി എന്റെ ഉണ്ണി നീ എവിടെ പോയി മോനെ? എന്റെ പൊന്നോമനെ നീ എവിടെ പോയി? നിങ്ങൾക്ക് ഭയമാകുന്നില്ലേ? ഹേ ഭൂതമേ, നിന്റെ കളി എന്നോട് വേണ്ട. എന്റെ പൊന്നുണ്ണിയെ നീ ഒളിപ്പിച്ചിരിക്കുന്നതായി ഞാൻ അറിയുന്നു. എന്റെ ഉണ്ണിയെ ഈ അമ്മയ്ക്ക് തിരിച്ചു തരൂ. എന്റെ ഉണ്ണിയെ ഈ അമ്മയ്ക്ക് തിരിച്ചു തരൂ. മങ്ങേലി, നിന്റെ പുന്നാരക്കുട്ടനെ എനിക്ക് വേണം. പകരം ഇതാ നോക്കൂ, ഈ കുന്നത്തെ മേൽമൂടി ഞാൻ പറിച്ചു നീക്കാൻ പോവുകയാണ്. ഇതാ നോക്കൂ, ഇവിടെ നിറയെ രത്നങ്ങളാണ്. ഇവയെല്ലാം നങ്ങേലി എടുത്തുകൊള്ളുക. പക്ഷേ എന്റെ ഉണ്ണിയെ ഈ ത്തിന് വേണം. എനിക്ക് നിന്റെ സ്വർണങ്ങളും രത്നങ്ങളും കാണണ്ട. ഇതാ ഇതാ എന്റെ രണ്ട് കണ്ണുകളും ഞാൻ ചൂഴ്ന്നെടുക്കുന്നു. ഇതാ എന്റെ രണ്ട് കണ്ണുകളും എനിക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നു. എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. കണ്ണുകൾ നഷ്ടപ്പെട്ട ഈ സ്ത്രീക്ക് മറ്റൊരുണ്ണിയെ ഉണ്ടാക്കി കൊടുക്കാം. നങ്ങേലി, ഇതാ നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു നൽകിയിരിക്കുന്നു. കൂട്ടിക്കൊണ്ടുപോവുക. ഉണ്ണി, എന്റെ പൊന്നോമനെ, ഉണ്ണി 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 എന്റെ പൊന്നോമനെ. ഹേ ഭൂതമേ, ഇതെന്റെ ഉണ്ണിയല്ല. പെറ്റ വയറിനെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? മാതാവിന്റെ കണ്ണുനീർ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത നിനക്ക് പെറ്റ വയറിനെ വഞ്ചിക്കാൻ
തീരുമാനിച്ചടച്ച നിന്നെ ഇതാ ഈ അമ്മ ശപിക്കാൻ പോകുന്നു. അരുത്, അരുത്, എന്നെ ശപിക്കരുത്. നങ്ങേലിയുടെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. ഉണ്ണിയെ പിരിഞ്ഞ അമ്മയുടെ നൊമ്പരം ഈ ഭൂതം അറിയുന്നു. ഉണ്ണിയോടുള്ള അമ്മയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ, നിന്റെ ത്യാഗത്തിന് മുമ്പിൽ, നിന്റെ നൊമ്പരത്തിന് മുമ്പിൽ ഞാൻ നമിക്കുന്നു. ഇതാ നിന്റെ ഉണ്ണിയെ ഞാൻ തിരികെ തരുന്നു. നോക്കൂ, നിന്റെ കണ്ണുകൾ പഴയതുപോലെയാകും. നിന്റെ ഉണ്ണിയെ നോക്കൂ. ഭൂതമേ, എന്റെ ഉണ്ണിയോടുള്ള നിന്റെ സ്നേഹം ഈ അമ്മ തിരിച്ചറിയുന്നു. ഓരോ വർഷവും മകരക്കൊഴുത്ത് കഴിഞ്ഞുള്ള ഉത്സവ നാളുകളിൽ നിനക്ക് ഈ നാട്ടിൽ വരാം. എന്റെ ഉണ്ണിയെ കണ്ടേച്ചു പോയിക്കൊള്ളു. ഭൂതം വിട പറഞ്ഞുപോയി. ആണ്ടുതോറും മകരക്കൊയ്ത്ത് കഴിഞ്ഞുള്ള ഉത്സവ നാളുകളിൽ ഭൂതം ഉണ്ണിയെ തേടി ഇവിടെ എത്തുന്നു. പക്ഷേ ഉണ്ണി ഏതെന്നറിയാതെ, ഉണ്ണിയുടെ വീടേതെന്നറിയാതെ ഭൂതം പരിഹാസ്യമായി അലയുന്നു. ഉണ്ണിയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നങ്ങേലി മറന്നുപോയോ? അതോ കണ്ടാൽ തന്റെ ഉണ്ണിയെ വീണ്ടും കൊണ്ടുപോകുമെന്ന് ഭയന്നുപോകും? അറിയില്ല. ഭൂതം വരുന്നു. ആണ്ടുതോറും ഉണ്ണിയെ തേടി, ഉണ്ണിയെ തേടി, ഉണ്ണിയെ തേടി.